സൈഫുദ്ദീൻ, അതായത് ഈ മത്സ്യമേഖലയെ സാരമായി ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ഈ എടുത്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മത്സ്യമേഖലയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും, അതായത് വിവിധ തരം മത്സ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയും ഇത് ബാധിക്കും. പക്ഷേ സാരമായി ബാധിക്കുന്നത് ചെമ്മീൻ കയറ്റുമതിയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ആളുകൾ അമേരിക്കയിലേക്ക് ചെമ്മീൻ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ചെമ്മീനെ പോലെ മറ്റു പല മത്സ്യങ്ങളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പല തട്ടുകളിലാണ് ഈ പ്രശ്നമുണ്ടാക്കുന്നത്. ഒന്ന്, ഏറ്റവും മേൽത്തട്ടിൽ കോർപ്പറേറ്റുകൾക്ക് വലിയ ആഘാതം ഏൽപ്പിക്കുമ്പോൾ അതിന് താഴെ ആഘാതം കുറയുമെങ്കിലും ഇത് കനത്ത ആഘാതത്തിലേക്ക് പോകാതെ തന്നെ ചില ആളുകളെ ബാധിക്കുകയും ചെയ്യും. ആ അർത്ഥത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഈ മത്സ്യമേഖലയിൽ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. മത്സ്യമേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അക്ബർ ഷെരീഫ് എന്ന വ്യാപാരി ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹം ആലപ്പുഴയിൽ നിന്നും വർഷങ്ങളായി ഈ മേഖലയിൽ കയറ്റുമതി മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് ചോദിക്കാം, ശരിക്കും ചെമ്മീനെയാണ് കേരളത്തിൽ ഇത് സാരമായി ബാധിക്കുന്നത്? ചെമ്മീനെയാണ് കൂടുതൽ ബാധിക്കുക. അതുകൂടാതെ മറ്റ് വിഭവങ്ങളും കയറ്റുമതി ചെയ്യുന്നുണ്ട്. മറ്റ് സ്ക്വിഡ്, ഒക്ടോപ്പസ് പോലെയുള്ള ഐറ്റംസും ഉണ്ട്, അതിനെയും ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കക്ക് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം നേരത്തെ തന്നെയുണ്ട്. അതും കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു 62% ഡ്യൂട്ടി ഏർപ്പെടുത്താനാണ് ചാൻസ്. 62% ഡ്യൂട്ടി പ്രത്യക്ഷത്തിൽ നമ്മളെ ബാധിക്കും. ഈ ചെമ്മീൻ കയറ്റുമതി യഥാർത്ഥത്തിൽ കേരളത്തിലെ ചെറുകിട ആളുകളെ പോലും അത് ബാധിക്കാൻ സാധ്യത, കാരണം അതിന്റെ ഒരു പ്രോസസ്സിംഗ് നടക്കുന്ന താഴെത്തട്ടിലാണ്. അതെ അതെ അത് ഈ ചെമ്മീൻ കയറ്റുമതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് താഴെ പീലിംഗ് ഷെഡ് മുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല എമൗണ്ട് വരും. ഇപ്പോഴത്തെ ഈ ഡീസലിൻ്റെ വിലയും മറ്റ് നിർമ്മാണ മേഖലയിൽ നമ്മുടെ ഈ വള്ളങ്ങൾ പോകുന്നതിൻ്റെ ചിലവുകൾ, തൊഴിലാളികളുടെ അഭാവം, ഇപ്പോഴത്തന്നെ തൊഴിലാളികളെ പോലും കിട്ടാനില്ല. കാരണം സ്ഥിരം പണിയില്ലാത്തത് കൊണ്ട് ആരും ഈ രംഗത്തേക്ക് വരുന്നില്ല. എന്നിട്ട് ഉള്ളവർക്ക് പോലും പിടിച്ചു നിൽക്കാനൊക്കാത്ത ഒരവസ്ഥയിലാണ് പോകുന്നത്. വീണ്ടും ഈ മത്സ്യവിഭവത്തിന് അല്ലെങ്കിൽ ചെമ്മീനിന് വില കുറഞ്ഞാൽ ഇനി പിടിക്കാൻ പോകാൻ പോലും ആളെ കിട്ടാത്ത ഒരവസ്ഥ സംജാതമാകും എന്നാണ് നമുക്ക്. അതായത് ഒരു വിധത്തിൽ ഇത് പ്രോസസ്സിംഗ് നടത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്താമെന്ന് വിചാരിക്കുമ്പോഴാണ് വലിയൊരാഘാതമായി ഈ തീരുവ വർധന വന്നിരിക്കുന്നത്. അതെ 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 അതായത് ഏറ്റവും കൂടുതൽ ചെമ്മീൻ വിഭവങ്ങൾ പോകുന്നത് US-ലേക്കാണ്. അത് വളരെ സാരമായി ബാധിക്കും ഈ മേഖലയിൽ, അതിന് സംശയമില്ല. മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ പോലും യഥാർത്ഥത്തിൽ ഇതൊരു ഇമ്പാക്റ്റ് അല്ലേ മാറുന്നത്? അതെ അതെ ഇപ്പോൾ ഇവിടുന്ന് മറ്റ് രാജ്യങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ചൈന, വിയറ്റ്നാം ഒക്കെ എടുത്താൽ പോലും അതിൻ്റെ ബഹുഭൂരിപക്ഷം വാല്യൂ ആഡ് പ്രോഡക്റ്റായിട്ട് US-ലേക്കാണ് പോകുന്നത്. അതിനെയും ബാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയിൽ നിലവിൽ തന്നെ മറ്റൊരു നികുതി നിലനിൽക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട്. അതിൻ്റെ കൂടെയാണ് എക്സ്ട്രാ ഇതുകൂടി വരുന്നത്. അതെ 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 അതിൻ്റെ കൂടെയാണ്. അത് ഈ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് 12% അവർ വസൂലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടാതെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന അധിക വർധനവ്. സൈഫുദ്ദീൻ, അതായത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, പല തരത്തിൽ പല തട്ടുകളിലാണ് ഇതിൻ്റെ ആഘാതം ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വമ്പൻ കോർപ്പറേറ്റുകൾക്ക് ഉണ്ടാക്കുന്നത് വലിയ ആഘാതമായി മാറുമ്പോൾ അതിന് താഴെത്തട്ടിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചെറിയ പീലിംഗ് ഷെഡ്. നേരത്തെ പറഞ്ഞതുപോലെ പീലിംഗ് ഷെഡിൽ നിന്നും സാധാരണ തൊഴിലാളികൾ അവർ ഇത് പൊളിച്ച് അത് വൃത്തിയാക്കി വിവിധ പാക്കറ്റുകളിലാക്കി വിവിധ ശ്രേണികളിൽ പെടുത്തി വിവിധ തോതുകളിൽ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നു. ആ കയറ്റുമതി ചെയ്യുന്ന സാധാരണക്കാരനെ പോലും അവന് കൂലി കൊടുത്ത് തൊഴിലാളിയെ ഉണ്ടാക്കി ആ തൊഴിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന വേളയിലാണ് അമേരിക്ക ഇത്തരം ഒരു തീരുമാനമായി മുന്നോട്ട് പോകുമ്പോൾ മത്സ്യമേഖലയ്ക്ക് ഉണ്ടാകുന്നത് കനത്ത ആഘാതമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സൈഫുദ്ദീൻ. ശരി ഷൈജു.